അമ്മോട് എന്തെങ്കിലും കള്ളം പറഞ്ഞിട്ടുണ്ടോ? സത്യം മാത്രമേ പറയാൻ പാടുള്ളൂ. ഇപ്പൊ നമ്മള് പിന്നെ സ്കൂളിലും കോളേജിലൊക്കെ പഠിക്കുമ്പോൾ ഇപ്പോഴും അത് ആലോചിച്ചിട്ട് ഞാൻ എന്നാലും ഇതുവരെ അത് പറഞ്ഞില്ലല്ലോ എന്ന് തോന്നുന്ന ഒരു കാര്യം ഇല്ല. അത്രയും വലിയൊരു കള്ളമൊന്നും ഞാൻ അമ്മ അടുത്ത് പറഞ്ഞിട്ടില്ല. റിപ്പീറ്റഡ്ലി ഫോൺ കോൾ വരുമ്പോ അമ്മ എപ്പോഴും ആവർത്തിച്ച് പറഞ്ഞ ഒരു കാര്യം എന്താ? എപ്പോഴും സ്റ്റിൽ ഇപ്പോഴും വിളിക്കുമ്പോ പറയുന്നതാടാ നിന്നെ ഒന്നും കാണാനില്ലല്ലോ ഇങ്ങോട്ടെന്ന് പറയും. ആടാ രണ്ടെണ്ണം വലിയ താരങ്ങളായി, രണ്ടിനെ ഇങ്ങോട്ട് കാണുന്നില്ല എന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ എന്താടാ നിങ്ങളെ ഒന്നും കാണാൻ ഇപ്പൊ കിട്ടുന്നില്ലല്ലോ എന്ന് പറയുന്ന അമ്മ ഒന്ന് കണ്ണടയ്ക്കൂ പ്ലീസ്. ഒരു വിഷ്വൽ നമ്മളിത് ആ ചേട്ടന് വേണ്ടിട്ട് കണ്ണടയ്ക്കുന്ന ഞാനിവിടെ LED പറഞ്ഞിട്ട് ഞാൻ തുറക്കത്തുള്ളേ. അമ്മ എന്താ പറയാറ്? അമ്മ എന്താ വിളിച്ചിട്ട് പറയാറ്? എന്താടാ നിന്നെ ഒന്നും ഇങ്ങോട്ട് കാണാനില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ അമ്മ ചേട്ടനൊരു ബൈറ്റ് അയച്ചിട്ടുണ്ട്, ഒരു വീഡിയോ ബൈറ്റ്. ഞാൻ പറയാം, അത് പ്ലേ ചെയ്യാൻ വേണ്ടി പോവാണ്. ചേട്ടന്റെ കൺമുന്നിൽ എന്നതാ കണ്ണൊന്ന് പൊത്തുകയാണ്. ആരാ പത്തിയിരിക്കണേ? ഭയങ്കര സർപ്രൈസ് ആണ്. മല്ലികാമ്മ എപ്പോഴും പറയാറുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് എന്താടാ മോനെ വല്ലപ്പോഴൊക്കെ അമ്മയൊന്ന് വിളിച്ച് അമ്മയുടെ അടുത്തേക്കൊക്കെ ഒന്ന് വാ എന്ന് പറയാറുണ്ടല്ലോ. ഇത് നിങ്ങളുടെ വീടായിട്ട് ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്യാ. അല്ല തീർച്ചയായിട്ടും എന്താ വെച്ചാലേ എന്റെ മോനാണ്, എന്റെ ആദ്യത്തെ മോനാണ്. അപ്പൊ ഇവനെ കണ്ടില്ലെങ്കിൽ എനിക്ക് ഉറക്കം വരത്തില്ല. എന്നെ സുഖമായിട്ട് ഞങ്ങൾ ഉറക്കി ഞങ്ങള് വാക്ക് പാലിച്ചിട്ടുണ്ട്, അങ്ങനെ കൊണ്ട് തന്നിട്ടുണ്ട്. ഇനി എന്താ പറയാനുള്ളത്? ഇത് പറയാൻ ഞാൻ ആകപ്പാടെ അന്തം വിട്ടു. ചേച്ചി എന്ന് പറഞ്ഞ ഒരു സർപ്രൈസ് ഉണ്ട്, അങ്ങനെയാണ് ഇങ്ങനെയാണ് മറ്റുള്ളതൊക്കെ. ഞാൻ അതിലും അന്തം വിട്ടുപോയി. ശരിക്കും ഇതെന്താന്നറിയോ, ഒരു സർപ്രൈസ് ഞാൻ പ്രതീക്ഷിച്ചു. ഇവര് വീട്ടിലുള്ള കാര്യങ്ങള് ഫ്ലവേഴ്സ് ടീം ഇത് കംപ്ലീറ്റ്ലി അത്രയും പേഴ്സണൽ ആയിട്ടാണ് ഓപ്പറേറ്റ് ചെയ്തത്. മല്ലിക ചേച്ചി മല്ലികാമ്മയെ വിളിച്ചിട്ട് പറഞ്ഞു ഇന്ന് ഗസ്റ്റ് ആയിട്ട് വരണം എന്നുള്ളത് പറഞ്ഞു. ഇന്ദ്രേട്ടനെ വിളിച്ചിട്ട് പറഞ്ഞു ഇന്ദ്രേട്ടനാണ് ഇന്നത്തെ ഗസ്റ്റ് എന്ന് പറഞ്ഞു. ഇവർക്ക് തമ്മി സത്യം പറഞ്ഞാൽ അറിയില്ല. അപ്പൊ എന്തായിരുന്നു ഒരുപാട് ഭയങ്കര ഡയലോഗ്സ് ഒന്നും കാണാനില്ലല്ലോടാന്ന് പറയും.